Then the third question is work out the following divisions. First one, 10x minus 25 divided by 5. 10x minus 25 divided by 5 equal to 10x നെ നമുക്ക് 2 into 5 into x എന്ന് എഴുതാം. minus 25 നെ 5 into 5 എന്ന് എഴുതാം. divided by 5 ആണ്. കോമൺ ഫാക്ടർ രണ്ടിലും ന്യൂമറേറ്ററിൽ കോമൺ ഫാക്ടർ 5 ആണ്. അപ്പോൾ 5 നമ്മൾ പുറത്തോട്ട് എടുക്കുവാണ്. 5 ആണ് കോമൺ ഫാക്ടർ. പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാലൻസ് ഇവിടെ 2ഉം എക്സും ആണ് ആദ്യത്തെ ടേമിലുള്ളത്. രണ്ടാമത്തെ ടേമിൽ ഒരു 5 ഉണ്ട്. ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു ഈ 5ഉം ഈ 5ഉം ക്യാൻസലായി. കാരണം ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് വെട്ടിപ്പോവും. ബാലൻസ് 2 into x minus 5 എന്ന് വരും. അതായത് 2x minus 5 ആണ് ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. Second one is 10x minus 25 divided by 2x minus 5 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് എഴുതും? 10x minus 25 divided by 2x minus 5 equal to 10xന് നമുക്ക് 2 into 5 into x എന്ന് എഴുതാം. minus 25 5 into 5 divided by 2x minus 5 ആണ് അറിയാം. ഈക്വൽ ടു ഇതിൽ രണ്ടിലും കോമൺ ഫാക്ടർ 5 ആണ്. 5 നമ്മൾ പുറത്തെടുക്കുന്നു. ബാലൻസ് ഫസ്റ്റ് ടേമിൽ 2ഉം എക്സും ഉണ്ട്. സെക്കൻഡ് ടേമിൽ 5 ഉണ്ട്. ഫൈവ് ഇൻറ്റു 2x minus 5 divided by 2x minus 5 വരും. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഈ രണ്ട് ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാലൻസ് ആൻസർ 5. Then third question. 10y into 6y plus 21 divided by 5 into 2y plus 7 എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 10y into 6y plus 21 divided by 5 into 2y plus 7. 10y നമുക്ക് 2 into 5 into y എന്ന് എഴുതാം. 6y നമുക്ക് 2 into 3 into y എന്ന് എഴുതാം. 21നെ 7 into 3 എന്ന് നമുക്ക് എഴുതാം. ഡിവൈഡഡ് ബൈ 5 into 2y plus 7 ഈക്വൽ ടു ഇവിടെ കോമൺ ഫാക്ടർ 3 ഉണ്ട്. അപ്പോൾ 3 നമുക്ക് ബ്രാക്കറ്റിൻ്റെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ 2 into 5 into y into 3 എന്ത് വരും? 2 into y വരും. പ്ലസ് 3 പുറത്ത് വരുമ്പോൾ 7 മാത്രമേ വരുള്ളൂ. ഡിവൈഡഡ് ബൈ 5 into 2y plus 7 അതായത് 2 into 3 into y into 5 into 2y plus 7 divided by 5 into 2y plus 7 എന്ന് വരും. ഈ 5 into 2y plus 7ഉം ഈ 5 into 2y plus 7ഉം ക്യാൻസലായി. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് മാത്രമേ ക്യാൻസൽ ആകുള്ളൂ. അഡീഷനോ സബ്ട്രാക്ഷനോ ആണെങ്കിൽ നമുക്കിങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ബാലൻസ് 2 into 3 into y ഉണ്ട്. അതായത് 6y എന്ന് ആൻസർ വന്നു. ദെൻ fourth one is 9x square y square y square into 3z minus 24 divided by 27xy z minus 8. 9
x square y square into 3z minus 24 divided by 27xy into z minus 8 equal to 9 നമുക്ക് എങ്ങനെ എഴുതാം? 3 into 3. x സ്ക്വയറിനെ x into x എന്ന് എഴുതാം. y സ്ക്വയറിനെ y into y എന്ന് എഴുതാം. 3 into z minus 24 എന്ന് പറയുന്നതോ 2 into 3 into 4 അല്ലേ? ഡിവൈഡഡ് ബൈ 27 എന്ന് പറയുന്നത് 3 into 3 into 3 x into y z minus 8 equal to 3 into 3 into ഇതിൽ കോമൺ ഫാക്ടർ ഒരു 3യും കൂടെ ഉണ്ടല്ലേ. x into y into x into y into y into ഈ രണ്ടിടത്തും കോമൺ ഫാക്ടറായിട്ട് 3 ഉണ്ട്. ആ 3 നമ്മൾ പുറത്തോട്ടെടുത്തു. ബാലൻസ് ഇസഡും ഇവിടെ 2 into 2 into 2 ഡിവൈഡഡ് ബൈ 3 into 3 into 3 into x into y into z minus 8. 3 into 3 into x into x into y into y into 3 z minus 8 divided by 3 into 3 into 3 into x into y into z minus 8 എന്ന് വരും. 3യും ഈ 3യും ക്യാൻസലായി, ഇതും ക്യാൻസലായി, ഈ 3യും ക്യാൻസലായി, ഒരു x ക്യാൻസലായി, yയും ക്യാൻസലായി, z minus 8ഉം ക്യാൻസലായി. ബാലൻസ് ഒരു x ഉണ്ട്, ഒരു y ഉണ്ട്. അപ്പോൾ XY ആണ് അതിൻ്റെ സൊല്യൂഷൻ. Then next is fifth one. 96 ABC 3A minus 12 5B minus 30 divided by 144 into A minus 4 into B minus 6. 96 ABC into 3A minus 12 into 5B minus 30 divided by A 144 A minus 4 B minus 6 equal to 96 ABC. ഇവിടെ 3Aയും 12ഉം ആണുള്ളത്. 3A minus 12ൻ്റെ കോമൺ ഫാക്ടർ ഏതായിരിക്കും? 12നെ നമുക്ക് 3 into 4 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 3Aയും ഉണ്ട്, 3 into 4ഉം ഉണ്ട്. 3A minus 3 into 4 5B minus 30യെ 6 into 5 എന്ന് നമുക്ക് എഴുതാം. ഡിവൈഡഡ് ബൈ 144 into A minus 4 into B minus 6 equal to 96 ABC. ഇവിടെ കോമൺ ഫാക്ടർ 3 ആണ്. അപ്പോൾ 3 A minus 4 വരും. ഇവിടെ കോമൺ ഫാക്ടർ 5 ആണ്. 5 into B minus 6 divided by 144 A minus 4 into B minus 6 എന്ന് വരും. അതായത് നമുക്ക് 96 എന്ന് പറഞ്ഞാൽ 3 2 വെച്ച് ചെയ്യുമ്പോൾ 4 8 2 4 3 2 into 2 into
12 into 8 into 3 into 5 a b c into a minus 4 into b minus 6 divided by 144 എന്ന് പറയുമ്പോഴോ 72 36 1 8 9 8 into 80 into 8 into 2 into 2 into 2 into 2 into 2 into 3 into 3 into 5 into a minus 4 into b minus 6 into abc divided by 2 into 2 into 2 into 2 3 into 3 a minus 4 into b minus 6 എന്ന് വരും. 4 2 ഉണ്ട്, ന്യൂമറേറ്ററിൽ 4 2 ഉണ്ട്, ക്യാൻസലായി. 3 2 ഉണ്ട്, അതും ക്യാൻസലായി. എ മൈനസ് 4 ഇൻറ്റു ബി മൈനസ് 6ഉം ക്യാൻസലായി. ബാലൻസ് ആൻസർ വരുന്നത് 2 ഇൻറ്റു 5 ഇൻറ്റു എ ബി സി വരും. അതായത് 10 ABC എന്ന് ആൻസർ കിട്ടും. This is the answer.